ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ മൈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ഡ്രൈവിംഗ് ജേണിയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒത്തിരി ദീർഘിപ്പിക്കേണ്ട, നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എടുക്കുന്നത് 2017 കേട്ടോ. 2017 ഞാൻ ആദ്യമായിട്ട് ഞാനും വിപിനും കൂടെ ആദ്യമായിട്ട് നമ്മളൊരു കുഞ്ഞു കാറ്, ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു സാൻഡ്രോ കാറ് നമ്മൾ മേടിച്ചു. സാൻഡ്രോ കാറ് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരാഗ്രഹം കാർ ഓടിക്കാൻ പഠിക്കണം എന്നൊക്കെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവേഴ്സ് സ്കൂളിൽ, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ജഗതിയിലുള്ള ഒരു ഡ്രൈവേഴ്സ് സ്കൂളിൽ പോയി ചേർന്നു. അവിടെ ഒരു മാസം പഠിച്ചു. ഒരു മാസം പഠിച്ചെന്നാണ് എൻ്റെ, ഒരു മാസമാണോ 2 ആഴ്ചയാണോ? ഓക്കെ, ഒരു മാസമായിരിക്കും. ഒരു മാസം പഠിച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ്, 4 വീലർ ടെസ്റ്റ് ഞാൻ ആദ്യമേ തന്നെ പാസ്സായി, കാർ ഓടിക്കാനുള്ള ടെസ്റ്റ്. പക്ഷേ 2 വീലർ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഇതിൽ പാസ്സായില്ല, 2ാമത്തെ ചാൻസിലാണ് ഞാൻ പാസ്സാകുന്നത്. അങ്ങനെ ഞാൻ കാർ ഓടിക്കാനായിട്ട് പഠിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ പാസ്സായി തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിൻ്റെ അപ്പം നമുക്ക് ആ ഭയങ്കര, വീട്ടിൽ കാറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാർ ഓടിക്കാനായിട്ടുള്ള ഒരു ഭയങ്കര ത്വര വരുമല്ലോ. ആ ത്വരയിൽ എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ ഇരുത്തി. ആ സമയത്ത് കൊച്ചില്ല, ഞാനും വിപിനും മാത്രമേ ഉള്ളൂ. വിപിനെയും കൂടെ കൂടെ ഇരുത്തി ഞാൻ കാർ ഓടിക്കാൻ പഠിക്കാനായിട്ട് തുടങ്ങി വീണ്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പാസ്സായാലും നമുക്ക് ആ ഒരു കാർ ഓടിച്ച് പഠിക്കാണ്ട് നമുക്ക് അതിനകത്തൊരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. അപ്പം ഞാൻ അതിന് വേണ്ടി വിപിനെയും കൂടെ ഇരുത്തി ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് തുടങ്ങി. വിപിനെയും കൂടി ഇരുത്തി ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാലും നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഇത് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ തമ്മിൽ അടിയാവും. അതെല്ലാവർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാണും. അവർക്ക് നമ്മൾ എങ്ങനെ ഓടിച്ചാലും ഒരിക്കലും നമ്മുടെ ഹസ്ബൻഡിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല നമ്മൾ ഓടിക്കുന്നതിൽ. ഇപ്പോഴാണെങ്കിലും ഞാൻ കാർ ഓടിക്കുമ്പോൾ വിപിന് എന്തെങ്കിലുമൊക്കെ അവർ പറയും, അങ്ങോട്ട് ശരിയായില്ല, വളച്ച് ശരിയായി, എന്തെങ്കിലുമൊക്കെ പറയും. എങ്ങനെ ആയാലും അടിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഞങ്ങളുടെ സാൻഡ്രോ കാറിൽ കുറച്ചൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രം RGCBയിൽ PhD ചെയ്യുന്ന സമയമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സാൻഡ്രോ കാർ ഓടിച്ച് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ RGCB വരെ വല്ലപ്പോഴും അല്ല, മിക്ക ദിവസവും പോകുമായിരുന്നു തോന്നുന്നു. ഇങ്ങനെ കാർ ഓടിച്ച് ഞാൻ പോകുമായിരുന്നു. വലിയ ലോങ് ഡ്രൈവ് ഒന്നും അല്ല കേട്ടോ, വെറും 5 മിനിറ്റ്, കഷ്ടി 5 മിനിറ്റൊക്കെ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് RGCB വരെ. പക്ഷേ ആ ഒരു റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണ്. നാരോ റോഡ്, പിന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉള്ള റോഡായിരുന്നു. അപ്പോൾ ട്രാഫിക്കിലുള്ള റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് പോകുന്ന എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു എന്ന് വേണേൽ പറയാം. അല്ലാണ്ട് ലോങ് ഡ്രൈവ് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു വർഷം ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി, എൻ്റെ PhD ഫിനിഷായി, ഞാൻ തിരിച്ചെൻ്റെ നാട്ടിൽ പോയി. അവിടെ പോയിട്ടും ഞാൻ കുറേയൊക്കെ നാട്ടിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഓടിച്ചു. അപ്പോഴും ഞാൻ ലോങ് ഡ്രൈവ് ഒന്നും പോയിട്ടില്ല. അത്യാവശ്യം കാർ ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ കാർ ഓടിക്കാൻ അറിയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര എക്സ്പേർട്ടായിട്ടൊന്നും ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കൊച്ചായി. പിന്നെ ആ സമയത്ത് കൊറോണയായി. പിന്നെ നമുക്കൊന്നും എവിടെയും പോകേണ്ടി വന്നില്ല. പിന്നെ ഏകദേശം ഒരു വർഷത്തോളം വീട്ടിൽ തന്നെ സ്റ്റക്കായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ കാർ ഓടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് പോസ്റ്റ് ഡോക്കായിട്ട് ജോലി കിട്ടുന്നതും ഞാനിങ്ങനെ US വരുന്നത്. അപ്പോൾ US വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമേ വന്നത് ഇവിടുത്തെ ഒഹായോ സ്റ്റേറ്റിലെ ക്ലീവ്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം. ഐസൊലേറ്റഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തീരെ ഇല്ല. ഒരു ബസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ബസ് വരണമെങ്കിൽ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബസ് വരുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങൾ താമസിക്കുന്ന അടുത്തില്ല. പിന്നെ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞുള്ള സമയം. അപ്പം ആ ഒരു സമയത്ത് ഒരു കാറില്ലാണ്ട് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു കാറങ്ങ് മേടിച്ചു. അന്ന് ഞങ്ങൾ മേടിച്ച കാർ നിസാൻ വേഴ്സ എന്ന് പറഞ്ഞിട്ടൊരു ഹാച്ച് ബാക്ക് ടൈപ്പ് ഒരു ചെറിയ കാറ് മേടിച്ചു. ആ കാർ മേടിച്ചെങ്കിലും എനിക്ക് ആ കാർ ഓടിക്കണം എന്നുള്ള വലിയ ആഗ്രഹമൊന്നും വന്നില്ല. കാരണം അമേരിക്കയിൽ കൂടെ കാർ ഓടിക്കാനുള്ള ധൈര്യം എനിക്കില്ല ആ സമയത്ത്. അപ്പം ഞാൻ അതിനകത്ത് കാർ മേടിച്ചെങ്കിൽ ആ കാർ ഓടിക്കാനായിട്ട് ഞാൻ തീരെ താല്പര്യം കാണിച്ചില്ല. എനിക്ക് അതിനുള്ള ആവശ്യവും വന്നില്ല. ഇപ്പം ഞാൻ പോസ്റ്റ് ഡോക്കായിട്ട് ഞാൻ പോകുന്ന എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ താമസിക്കുന്നതിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് കഷ്ടി നടന്നാൽ മതി. അപ്പം അല്ലെങ്കിൽ ഷട്ടിൽ ബസ്സുണ്ട്, നടന്ന് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഷട്ടിൽ ബസ്സുണ്ട്. അപ്പം ഞാൻ ഇതിൽ രണ്ടിലും മാറി പോകും. എനിക്കല്ലാതെ കാർ ഓടിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹവും ഇല്ല. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ജീവിച്ച് പോയി. പക്ഷേ അടുത്ത ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ വിപിന് നാട്ടിലോട്ട് പോകേണ്ട ഒരു ഭയങ്കര അത്യാവശ്യം വന്നു. ഒരു 4 മാസത്തിന് വിപിന് നാട്ടിൽ പോയേ പറ്റത്തുള്ളൂ.
അത് പോകേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷേ കുറേ കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഒരു അത്യാവശ്യം വന്നപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വന്നു. ഒരു 4 മാസത്തിനായിട്ട് പെട്ടെന്നായിരുന്നു, വിത്തിൻ 1 വീക്കായിരുന്നു പോകണം എന്നുള്ള ഒരു ഡിസിഷനൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവന് 3 വയസ്സ് താഴെ ഉള്ളൂ, 3 വയസ്സായിട്ടില്ല. അവനെ പിരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് ഓർക്കാനേ വയ്യ. അപ്പം ഞാൻ അവനെ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കത്തില്ല, അവനെ എൻ്റെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിബിൻ ഒരു തിങ്കളാഴ്ച രാവിലെ നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് കയറുന്നു. അതിൻ്റെ 2 ദിവസം മുന്നേ ഉള്ള വെള്ളിയാഴ്ച വൈകിട്ട് ഞാനും ബിബിനും കൂടെ പെട്ടെന്നൊരു ഡേ കെയർ കണ്ടുപിടിച്ച് കുച്ചു ആദ്യമായിട്ടാണ് ഡേ കെയറിൽ പോകുന്നത്. കുച്ചുവിനെ കൊണ്ട് ഡേ കെയറിലാക്കുന്നു. ഈ ശനി ഞായറും ദിവസങ്ങളിൽ ബിബിൻ എനിക്ക് അത്യാവശ്യം പോകേണ്ട, കാറില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. ഞാനും മഞ്ഞും മഴയും എല്ലാം കൂടെ കാറൊന്നും ഇല്ലാണ്ട് പറ്റത്തില്ല, കാർ ഓടിക്കാണ്ട്. അപ്പം എനിക്ക് അത്യാവശ്യം പോകേണ്ട കുറച്ച് സ്ഥലങ്ങൾ, കുച്ചുവിൻ്റെ ഡേ കെയർ, പിന്നെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകേണ്ട സ്ഥലം, പിന്നെ ആ സമയത്ത് ഇവന് വാക്സിനേഷനൊക്കെ എടുക്കുന്ന സമയം. അപ്പോൾ അതിന് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട സ്ഥലം. അങ്ങനെ 1-2 സ്ഥലങ്ങളിലൊക്കെ ഈ ശനി ഞായറും ദിവസങ്ങളിൽ എന്നെ കൊണ്ട് കാർ ഓടിപ്പിച്ച് ഞാൻ അങ്ങനെ 2-3 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച്, അതാണ് അമേരിക്കയിലെ എൻ്റെ ഫസ്റ്റ് കാർ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾ ചോദിക്കും, എനിക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് എനിക്ക് അമേരിക്ക കിട്ടിയോ എന്നുള്ളത്. അപ്പം നമ്മൾ കാർ മേടിച്ചപ്പോൾ തന്നെ ആരെങ്കിലും കാർ ഓടിക്കണമല്ലോ. അപ്പം ബിബിൻ ഫസ്റ്റ് തന്നെ ലേണേഴ്സും ആ കൂടെ തന്നെ ഡ്രൈവേഴ്സ് റോഡ് ടെസ്റ്റും ഒക്കെ പാസ്സായി ബിബിന് ലൈസൻസ് കിട്ടി. പക്ഷേ അപ്പം ബിബിൻ ലേണേഴ്സ് എടുക്കാൻ പോയപ്പോൾ ഞാനും വെറുതെ പോയി ലേണേഴ്സ് നമ്മുടെ എഴുത്ത് പരീക്ഷ അത് ഞാനും പാസ്സായി. പക്ഷേ ഡ്രൈവേഴ്സ് ടെസ്റ്റ് ഞാൻ പാസ്സായില്ല. ഡ്രൈവേഴ്സ് ടെസ്റ്റ് ഞാൻ കാർ ഓടിക്കുന്നേ ഇല്ലല്ലോ. ഞാൻ കാർ ഓടിച്ചാലല്ലേ നമുക്ക് ഇവിടുത്തെ റൂൾസും എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റും. ഞാൻ കാർ ഓടിക്കുന്നേ ഇല്ല. ഞാൻ വെറുതെ പോയിട്ട് എൻ്റെ ഒരു ചാൻസ് കളഞ്ഞെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഡ്രൈവേഴ്സ് ടെസ്റ്റ് ഞാൻ പാസ്സായില്ല. ഈ പറഞ്ഞ ലേണേഴ്സ് ഞാൻ പാസ്സായി. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്ത് ഒഹായോ സ്റ്റേറ്റിലെ ഒരു റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പം നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റ്, ഇവിടുത്തെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ നമുക്ക് ഇവിടെ കാർ ഓടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്കീമിൽ എനിക്ക് 1 വർഷം വരെ കാർ ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായതുകൊണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ബിബിൻ നാട്ടിൽ പോയെങ്കിലും ബിബിൻ തിങ്കളാഴ്ച രാവിലെ ബിബിൻ ഫ്ലൈറ്റ് കയറി പോകുന്നു. ഞാനും കുച്ചുവും കൂടെ കാർ എടുക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാർ എടുക്കുന്നു. കുച്ചു ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നു, ഡേ കെയറിൽ പോകുന്നു. അങ്ങനെ കുറേ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുച്ചുവിനെ ഡേ കെയറിൽ കൊണ്ടേ ആക്കുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ഇവിടെ അമേരിക്കയിൽ ഞാൻ ആദ്യമായിട്ട് കാർ ഓടിച്ചൊരു എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് 1-2 ആഴ്ചയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്യാവശ്യം വേറെ സ്ഥലങ്ങളൊന്നും പോകേണ്ടി വരുന്നില്ല. ഗ്രോസറി ഷോപ്പിങ്ങിന് പോകണം, പിന്നെ കുച്ചുവിനെ ഡേ കെയറിൽ കൊണ്ടാക്കണം, അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഏതോ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നേ. ആ സ്ഥലത്തിൻ്റെ അപ്പം ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ആ സ്ഥലത്തോട്ട് പോകാനായിട്ട് കുച്ചുവിനെ ബാക്കിൽ കാർ സീറ്റിൽ ഇരുത്തി ഞാൻ പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് ഈ വലിയ ഗൂഗിൾ മാപ്പിനെ കുറിച്ചോ ഒന്നും വലിയ ധാരണയൊന്നുമില്ല. ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പോവുകയാണ്. എനിക്കറിയാൻ മേലാത്ത കുറച്ച് വഴി കൂടെ ഒക്കെ പോയി പെട്ടെന്ന് ഞാൻ നോക്കുമ്പം നമ്മൾ ഇവിടുത്തെ ഹൈവേയിലോട്ട് കയറുന്നതിന് മുന്നേ ഒരു റാമ്പ് ഉണ്ട്. ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വെച്ചാൽ നമ്മളിപ്പം ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ എയർപോർട്ട് എന്താ പറയുന്നത് പൊങ്ങി പറക്കുന്നതിന് മുന്നേ കുറച്ച് ഇങ്ങനെ സ്പീഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ ഓടിക്കുമല്ലോ. അതുപോലെ ഇവിടെ ഹൈവേയിലോട്ട് കയറുന്നതിന് മുന്നേ ഒരു ഹൈവേയുടെ സ്പീഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റാമ്പുണ്ട്. പെട്ടെന്ന് അതിലോട്ട് കയറുന്നു, ഞാൻ ഹൈവേയിലോട്ട് കയറിയത് ബിബിൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ, ബിബിൻ US-ലുള്ളപ്പോൾ ആ സമയത്ത് ബിബിൻ ഇങ്ങനെ ഹൈവേ കൂടെ ഓടിക്കും. ബിബിന് തന്നെ പേടിയാവും. ബിബിൻ പറയും, ബിബിന് ഓടിക്കുന്ന കാണുമ്പോൾ എനിക്കും പേടിയാവും, ബിബിനും കുറച്ച് പേടിയാവുമായിരുന്നു ആദ്യമൊക്കെ ഇവിടുത്തെ ഹൈവേ കൂടെ ഓടിക്കുമ്പോഴേ. അത് കാണുമ്പോൾ ഞാൻ ഓർക്കും, ഈശ്വരാ ഈ ഹൈവേ കൂടെ ഒക്കെ എങ്ങനെയാണോ എന്തോ ബിബിൻ ഓടിക്കുന്നതൊക്കെ വിചാരിച്ചാണ് അന്ന് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ഹൈവേയിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഹൈവേയിലോട്ട് കയറുന്നത്. ഹൈവേയിലോട്ട് കയറിയെന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അതൊരു ഭയങ്കര ഹൈവേ എന്ന് വെച്ചാൽ 4 ലൈനുള്ള ഹൈവേ. 4 ലൈൻ മീൻസ് ഒരു സൈഡിലോട്ട് 4 ലൈൻ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് 4 ലൈൻ ട്രാഫിക്. അങ്ങനെ ഭയങ്കര ഹൈവേ. വണ്ടികളെല്ലാം നല്ല ട്രാഫിക്കിൻ്റെ സമയം ചീറിപ്പാഞ്ഞ്. ഇവിടുത്തെ ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു കാർ റേസിന് കയറുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ആ ഹൈവേയിൽ ഒരു കാർ റേസ് കയറിയ പോലെ എനിക്ക് ആ ഒരു സ്പീഡിലോട്ട്. നമ്മൾ ഹൈവേയിൽ ഇവിടുത്തെ റോഡൊക്കെ ഇവർ ഭയങ്കര മിനുസപ്പെടുത്തി വെച്ചിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ കാറ് അറിയാണ്ട് ആ ഒരു ആക്സിലറേഷൻ ആ ഒരു സ്പീഡിലോട്ട് അങ്ങ് എത്തും. അപ്പം കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ ഒരു ഇമോഷണൽ ഫീലിംഗ് ആ സമയത്ത് കുച്ചുവിന് നല്ലപോലെ കിട്ടും. അപ്പം ഞാൻ സ്ട്രെസ്ഡാണ്, ഞാനിങ്ങനെ എന്തോ പരിഭ്രമിക്കുന്നുണ്ടെന്നുള്ളത് അവന് മനസ്സിലായെന്ന് തോന്നുന്നു. അവനും ബാക്കിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. എനിക്ക് കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി.
ഏകദേശം ഒരു 10-20 മിനിറ്റ് ഞാൻ ആ ഹൈവേ അനുഭവിച്ച എൻ്റെ ഒരു ടെൻഷനും ഒരു വെപ്രാളവും ഇപ്പോഴും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഞാനങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയി. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹൈവേ കൂടെ നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെ 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും മിക്കവാറും ഇങ്ങനെ എക്സിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ എക്സിറ്റ് എടുത്ത് നമുക്ക് വേറെ അവിടുത്തെ സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഓടിച്ച് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്ന് ഞാൻ എൻ്റെ ലൊക്കേഷൻ നോക്കിയില്ല, അടുത്ത കണ്ട ഒരു എക്സിറ്റ് എടുത്ത് കാറ് ഞാനങ്ങ് ഡ്രൈവ് ചെയ്ത് പോയി. കുറച്ചൊരു സൈഡിലോട്ട് കാർ ഒതുക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒറ്റ കരച്ചിൽ. അത്ര എൻ്റെ ജീവിതത്തിൽ ഞാൻ പേടിച്ചു പോയി. ഞാനിരുന്ന് അങ്ങ് കരയാൻ തുടങ്ങി. എനിക്ക് ആരോട് പറയണമെന്നറിയത്തില്ല. ആ സമയം നാട്ടിലൊക്കെ ഒരു രാത്രി 2 മണി 3 മണി ആ ഒരു സമയം എല്ലാവരും ഉറങ്ങുന്ന, വീട്ടിലൊക്കെ എല്ലാവരും വിവിനും എൻ്റെ പേരൻസും എല്ലാവരും ഉറങ്ങുന്ന സമയം. എനിക്ക് ആരോടും എൻ്റെ ഈ പേടിയൊന്ന് ഷെയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാനങ്ങ് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, ഇനി ഞാൻ തിരിച്ചു പോകണമെങ്കിൽ ഈശ്വര ഈ ഹൈവേ കൂടെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഒരു ഐസൊലേറ്റഡ് ആയിട്ടൊരു സ്ഥലത്ത് വന്ന് ഞാനും കൊച്ചും കൂടെ കാറ് പാർക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ഞാൻ വന്ന സമയമാണ് ഈ പറയത്തക്ക ഫ്രണ്ട്സും കണക്ഷൻസും ഒന്നും എനിക്കില്ല. 1-2 പേരെയൊക്കെ എനിക്കറിയത്തുള്ളൂ. അതിൽ എൻ്റെ ഒരു കൊറിയൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയെ ഞാൻ ഫോൺ വിളിച്ചു. പുള്ളിക്കാരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഹൈവേ കൂടെ വന്നു, എനിക്കിനി തിരിച്ചു പോകാനായിട്ട് പേടിയാണ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയത്തില്ല. ഈ ഗൂഗിൾ മാപ്പിലെ സെറ്റിങ്സോ ഒന്നും ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത സമയമാണ്. അപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഗൂഗിൾ മാപ്പ് എടുക്കുക, എന്നിട്ട് അതിനകത്ത് അവോയ്ഡ് ഹൈവേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പം നിനക്ക് ഹൈവേ കൂടി പോകേണ്ടി വരത്തില്ല, അല്ലാത്ത വഴി കൂടെ തിരിച്ചു വരാൻ പറ്റും. എനിക്ക് വന്ന ഒരു സന്തോഷം എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് അവോയ്ഡ് ഹൈവേ സെറ്റ് ചെയ്ത് തിരിച്ച് വന്നത്. അപ്പോൾ ഹൈവേ കൂടെ വന്നപ്പോൾ ഞാൻ 20 മിനിറ്റ് എടുത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ അവോയ്ഡ് ഹൈവേ കൊടുക്കുമ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാ ഊടുവഴികളും കയറി ഇറങ്ങി ഏകദേശം ഒരു മണിക്കൂർ അടുത്താണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത്. എങ്കിലും എനിക്ക് വേണ്ടിയില്ല, എനിക്ക് ഹൈവേ ഒഴിവായി കിട്ടിയല്ലോ, അത്രയും മതിയായിരുന്നു. അങ്ങനെ അതാണ് എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ഹൈവേ എക്സ്പീരിയൻസ്. അതിനുശേഷം ഞാൻ എവിടെ പോയാലും ഞാൻ എൻ്റെ ഓട്ടോമാറ്റിക്കലി അവോയ്ഡ് ഹൈവേസ് എപ്പോഴും ടിക്ക് ചെയ്തിട്ടേക്കുവാണ്. എവിടെ പോയാലും ഞാൻ ഹൈവേ ടച്ച് ചെയ്യത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഹൈവേ കയറത്തില്ല. ഹൈവേ എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം ഭയങ്കര ഒരു പേടി സ്വപ്നമായിട്ട് അങ്ങ് മാറി. അങ്ങനെ 3-4 മാസം കഴിഞ്ഞപ്പോൾ വിവിൻ നാട്ടിൽ വന്നു. വിവിൻ തിരിച്ച് അമേരിക്കയിൽ വന്നു. അപ്പോഴത്തേനും ഞാൻ അത്യാവശ്യം എനിക്ക് കുഞ്ഞു കുഞ്ഞു വഴികൾ, അത്യാവശ്യം എല്ലാ വഴികളും എല്ലായിടത്തും പോകാനൊക്കെ എനിക്ക് ധൈര്യമായി. ഈ ഹൈവേ ഒഴിച്ച് ഞാൻ വേറെ എവിടെ വേണമെങ്കിലും പോകും, ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ അവിടെ വെച്ച് ക്ലീവ്ലാൻഡ് വെച്ച് എനിക്കിതുവരെ എനിക്ക് സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. കൊച്ചിനെ വെച്ചിട്ട് ഇവിടുത്തെ ടെസ്റ്റ് പാസ്സാവാനായിട്ട് പഠിക്കാനായിട്ടുള്ള സമയമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഡ്രൈവേഴ്സ് ടെസ്റ്റിന് അവിടെ വെച്ച് പോയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിവിടെ പെൻസിൽവേനിയയിൽ വന്നു. പെൻസിൽവേനിയയിൽ വന്നപ്പം അന്ന് ഞങ്ങൾക്ക് ഒരു കാറേ ഉള്ളൂ പെൻസിൽവേനിയ വരുമ്പോഴത്തേനും. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഡയറക്ഷനും ബിബിൻ ജോലി ചെയ്യുന്നത് വേറൊരു ഡയറക്ഷനുമാണ്. അപ്പം ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ബിബിൻ എന്നെ ഓഫീസിൽ കൊണ്ടാക്കിയിട്ട് ബിബിൻ പോകുമായിരുന്നു. പക്ഷെ ബിബിൻ അത് ഇരട്ടി പണിയായി. ബിബിന് ഒത്തിരി സമയം പോവും, പിന്നെ ഒത്തിരി എക്സ്ട്രാ ഡ്രൈവും ആവും. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും ബിബിൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്കും കൂടെ ഒരു കാറ് മേടിക്കാം, അല്ലാതെ ഇത് ശരിയാകത്തില്ലെന്ന് വിചാരിച്ച് എനിക്കൊരു കാറ് മേടിച്ചു. അപ്പോഴത്തേനും ഞാൻ ഈ പറഞ്ഞ 1 വർഷത്തെ കാലാവധി കഴിഞ്ഞു. ഇനിയിപ്പം സ്വന്തമായിട്ട് ഇവിടുത്തെ ലൈസൻസ് ഇല്ലാണ്ട് എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയപ്പം കാറ് മേടിച്ചു. എൻ്റെ പുതിയ കാറ് മേടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പഴയ മിസ്റ്റർ കുട്ടപ്പൻ കാറ്, ആ കാറുമായിട്ട് ഞാൻ ഇവിടുത്തെ ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ച പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഇവിടുത്തെ റോഡ് ടെസ്റ്റ് എനിക്ക് ഫസ്റ്റ് എക്സാമിൽ തന്നെ ഞാൻ പാസ്സായി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രൈവിംഗ് ജേർണി. ഞാൻ ഡ്രൈവിംഗ് ശരിക്കും എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ മിസ്റ്റർ കുട്ടപ്പൻ വന്നേ പിന്നെയാണ്. എൻ്റെ പഴയ കാറ് കേട്ടോ. ഇപ്പം ഞാൻ ഇത് പറയുന്നത് എൻ്റെ പുതിയ കാറ് ഇരുന്നിട്ടാണ്. അപ്പോൾ അതാണ് എനിക്ക് ആ കാറിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ഞാനും ആ കാറുമായിട്ട് പോകാത്ത സ്ഥലങ്ങളില്ല. സത്യം പറഞ്ഞാൽ വിവനൊന്നും പോയിട്ടില്ല, ഇവിടെ പെൻസിൽവേനിയ അത്രയൊന്നും പോയിട്ടില്ല. ഞാനിങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ, മെയിനായിട്ടും ഞാനിങ്ങനെ
ചെടി മേടിക്കാനായിട്ട് ഇങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെടി മേടിക്കാനായിട്ട് ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ തപ്പിപ്പോവും. ചെടി മേടിക്കും. അപ്പോൾ എല്ലാം ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ പഴയ കാറുമായിട്ട് ഇവിടെ ഒത്തിരി ഇങ്ങനെ, അപ്പോൾ എല്ലായിടത്തും പോകുമ്പോഴും ഞാനിങ്ങനെ അവോയ്ഡ് ഹൈവേ ഇട്ടിട്ടൊക്കെയാണ് ഒരു 6 മാസം മുന്നേ വരെ ഞാൻ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അവോയ്ഡ് ഹൈവേ ഇട്ടിട്ട് പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ എല്ലാ കൺട്രി സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഹൈവേ ഇട്ടിട്ട് പോകുമ്പോഴത്തേനും നല്ല സ്പീഡിൽ പെട്ടെന്ന് നമുക്ക് എത്താം. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ഇവിടെ എൻ്റെ പഴയ കാറിലാണ് ഞാൻ ഡ്രൈവിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് തെറാപ്പി. നമ്മളിപ്പം ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡ്രൈവ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൺട്രി സൈഡ് ഇവിടെ എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പം ഞാനിങ്ങനെ നല്ല പീസ്ഫുള്ളായിട്ട് ഞാനും എൻ്റെ പഴയ കാറുമായിട്ട് ഇങ്ങനെ ഡ്രൈവിങ്ങിന് പോകുമായിരുന്നു. ഐ മിസ് മൈ ഓൾഡ് കാർ. ഇത് നല്ല കാറാണ് എങ്കിലും നമ്മുടെ ഫസ്റ്റ് കാർ ഞാൻ ഒത്തിരി ഡ്രൈവ് ചെയ്ത എൻ്റെ കാർ. അപ്പോൾ ആ സമയത്ത് ഒരു 5-6 മാസം മുന്നേ വരെ എവിടെ പോയാലും ഞാൻ ഈ ഐ വിൽ അവോയ്ഡ് ഹൈവേ. ഹൈവേയുടെ പേടി എന്നെ വിട്ടുമാറുന്നേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 6 മാസം മുന്നേ ഞങ്ങളൊരു ഭയങ്കര വലിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നേ. ആ ട്രിപ്പ് പോയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഡെൻവർ കൊളറാഡോ, അവിടുന്ന് മൊണ്ടാന, അമേരിക്കയുടെ അങ്ങേയറ്റമാണ്, അവിടം വരെ ഒരു റോഡ് ട്രിപ്പാണ്. നല്ല ഡ്രൈവ് ഉണ്ട്. ഒരു ദിവസം ഒരു 5-6 മണിക്കൂറൊക്കെ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമായിരുന്നു. 5-6 മണിക്കൂർ ഡ്രൈവ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണും. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേന് 5-6 മണിക്കൂർ കണ്ടിന്യൂസ് കുറേ ഡ്രൈവ് ചെയ്യും. വിപിൻ മടുക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പം വിപിൻ എന്നോട് ചോദിച്ചു, നീ ഡ്രൈവ് ചെയ്യുന്നോന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഹൈവേ കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഹൈവേ കൂടെ ഡ്രൈവ് ചെയ്ത് ലോങ് ഡ്രൈവ്സൊക്കെ 3 മണിക്കൂറൊക്കെ ഇങ്ങനെ ഹൈവേ കൂടെ ഒക്കെ ഓടിച്ചു. ആ മൊണ്ടാന എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കുറേ മൗണ്ടൻ ഏരിയയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ, പക്ഷേ ഇവിടുത്തെ റോഡുകളൊക്കെ എപ്പോഴും സൂപ്പറായിരിക്കും എങ്കിലും കുറച്ച് നമ്മൾ, അപ്പോൾ ആ ഒരു കഴിഞ്ഞ ഒരു 6 മാസത്തെ മുന്നേ ഉള്ള ആ ഒരു റോഡ് ട്രിപ്പോട് കൂടി ഹൈവേ കൂടെ ഓടിക്കാനുള്ള എൻ്റെ ആ ഒരു പേടി അങ്ങ് മാറി. ഇപ്പോഴും ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഐ ഓൾവേസ് പ്രിഫർ ദിസ് അവോയ്ഡ് ഹൈവേസ്. പേടി ആയതുകൊണ്ടല്ല, എങ്കിലും എനിക്ക് കൺട്രി സൈഡ് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പം അങ്ങനെ പിന്നെ ആ ഒരു റോഡ് ട്രിപ്പിൽ വേറൊരു ഗുണം കിട്ടിയ എന്താണെന്ന് വെച്ചാൽ, അതുവരെ ഞാൻ ഓടിച്ചിട്ടുള്ള 2 കാറെന്ന് പറയുന്നത് ഞങ്ങളുടെ പഴയ സാൻഡ്രോ, ഞാൻ ഈ 5 മിനിറ്റ് RGCBന്ന് വീട് വരെ അങ്ങനെ ഓടിക്കുമായിരുന്നു. അല്ലാണ്ട് എൻ്റെ മിസ്റ്റർ കുട്ടപ്പൻ, അതല്ലാണ്ട് ബിബിൻ്റെ SUV ഉണ്ട്. SUV ഓടിക്കാനാണ് എനിക്ക് ധൈര്യമില്ല. അപ്പോൾ എൻ്റെ വിചാരം SUV ഒക്കെ വലിയ കാറ് അതെന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് എൻ്റെ വിചാരം. പക്ഷേ ആ റോഡ് ട്രിപ്പിന് പോയപ്പം കുറച്ചൊരു വലിയ കാറായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കാറ് ഡെൻവർ കൊളറാഡോയിൽ നിന്ന് കാറ് റെൻറ്റിനെടുത്തിട്ടാണ് മൊണ്ടാന വരെ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കാറ് റെൻറ്റിനെടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കാർ ഒരു ജീപ്പ് കാറായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു SUV ആയിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് ഓടിച്ചൊരു SUV. അതോടെ ആ ട്രിപ്പോടുകൂടി ഞാൻ എൻ്റെ കുറേ ഡ്രൈവിങ്ങിൻ്റെ കുറേ ബിബിനും എൻ്റെ ഡ്രൈവിങ് ഞാൻ എത്ര ഓടിച്ചാലും ബിബിൻ എൻ്റെ ഡ്രൈവിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ആ ഒരു ഡ്രൈവിങ് റോഡ് ട്രിപ്പോട് കൂടി ബിബിനും പറഞ്ഞു, ഓക്കെ നൗ യു ആർ എ ഗുഡ് ഡ്രൈവർ. ഇപ്പം കാർ ഓടിക്കാൻ അത്യാവശ്യമായിട്ടൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നിനക്ക് കാർ ഓടിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു ബിബിനൊരു ധൈര്യമായി. അങ്ങനെ ദാറ്റ് വാസ് മൈ ഇതുവരെയുള്ള എൻ്റെ ഡ്രൈവിംഗ് ജേണി. അത് ഡ്രൈവിംഗ് ജേണിയിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും ഇന്നും ഞാനും കൊച്ചും കൂടെ ആ ഹൈവേ കൂടെ നടത്തിയ ആ ഒരു ഡ്രൈവിങ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റുന്നു. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോകുന്ന കാര്യങ്ങളില്ലേ, അങ്ങനെ ഒരു ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് ലൈക്ക് റിയലി. ഇപ്പോഴും ഇവിടുത്തെ ഹൈവേ കൂടെ പോകുമ്പോൾ ഞാൻ ആലോചിക്കും, അന്ന് എനിക്ക് എന്തോരം പേടിച്ചു പോയെന്ന്. പക്ഷെ എനിക്കൊന്ന് ഹൈവേ എന്ന് പറയുമ്പോഴും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈവേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ചില ഹൈവേസ് എനിക്ക് അത്ര പേടിയാവാറില്ല, അത്ര അങ്ങ് ഭയങ്കര ബഹളമുള്ള ഹൈവേ ആയിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷെ അന്ന് ഞാൻ അവിടെ ഓടിച്ച ആ ഹൈവേ, ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ കാർ റേസ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാവരും ചീറിപ്പായുന്നു. മിനിമം അന്നത്തെ അവിടുത്തെ മൈൽസ് പെർ അവർ എന്നൊക്കെ പറയുന്നത് 70 to 80 മൈൽസ് പെർ അവർ ഒക്കെയാണ് ആൾക്കാരൊക്കെ ഓടിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ ആ ട്രാഫിക്കുമായിട്ടൊന്നും ഒരു മാച്ചിങ് ചെയ്യാതെ എങ്ങനെയൊക്കെയാണ് ആ സ്പീഡ് നമ്മൾ ഹൈവേ കൂടെ ഓടിക്കുമ്പം വി ഹാവ് ടു ഫ്ലോ വിത്ത് ദ ട്രാഫിക്. ആ ട്രാഫിക്കിൻ്റെ സ്പീഡിൽ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമ്മൾ ശല്യമാവും. അന്ന് ഞാനിങ്ങനെ ഓടിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ ഹോണടിയൊക്കെ കേൾക്കാം. ഭയങ്കര ആ ഒരു ട്രാഫിക്കിൻ്റെ ആ ഒരു ഫ്ലോയെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒത്തിരി ഞാൻ പേടിച്ചു പോയിരുന്നു. എനിവേ ആ ഒരു സ്റ്റേജ് ഞാൻ ഓവർകം ചെയ്തു. ഇപ്പം എനിക്ക് ധൈര്യമാണ്, ഇപ്പം എനിക്ക് ഹൈവേ കൂടെ ഓടിക്കാം.
അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ എന്താ പറയുന്ന, നമ്മൾ പേടിച്ചിരുന്നാൽ നമുക്ക് എന്നും ജീവിതത്തിൽ പേടിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ വി വിൽ ഹാവ് ടു ടേക്ക് ദ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് ഫോർവേഡ് മുന്നോട്ട് വെച്ചാലേ നമുക്ക് എന്താ ഇങ്ങനെ നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളിലോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഇന്നിപ്പോൾ ഈ കാറ് ഞാൻ ഓടിക്കുന്ന കാരണം ഞങ്ങളുടെ ലൈഫ് എത്രത്തോളം ഈസിയായി. എനിക്ക് ബിബിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ ഓഫീസും എൻ്റെ വീടും കൊച്ചു പോകുന്ന സ്കൂളും എല്ലാം എൻ്റെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ബിബിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഒത്തിരി ദൂരം, 1 മണിക്കൂറോളം ബിബിന് ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓടി എത്തുന്ന ആൾ ഞാനാണ്. ഇപ്പം കൊച്ചുവിന് എന്തെങ്കിലും അത്യാവശ്യം വന്ന് സ്കൂളിൽ നിന്ന് വിളിക്കുവാണ്, അവൻ എന്തെങ്കിലും വയ്യായിക വന്ന് പിക്ക് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഡ്രൈവിങ്ങും എനിക്ക് അത് അറിയാവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അവരിങ്ങനെ ഒരു ടൈം പീരീഡ് പറയും, 1/2 മണിക്കൂർ മുന്നേ വന്ന് കൊച്ചിനെ വിളിച്ചിട്ട് പോകണം, കൊച്ചിന് വയ്യ. അത്രയും നേരമൊക്കെ അവർ ചിലപ്പോൾ സ്കൂളിൽ വെക്കത്തുള്ളൂ, അതിന് മുന്നേ കൊച്ചിനെ വിളിച്ചിട്ട് പോകണം എന്ന് പറയും. അങ്ങനെ വരുമ്പം ഇപ്പം ലൈക്ക് സപ്പോസ് എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോകും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും, വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും, എവിടെ പോകാനും എന്ത് ചെയ്യാനും എനിക്ക് 2 ചിറക് വെച്ച പോലെയാണ് ഈസ് മൈ കാർ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക്, എനിക്കറിയാം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വീട്ടിൽ കാറുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസും എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ പേടിയാണ്, ഓടിക്കാനായിട്ട് പേടിയാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം നമ്മൾ ആദ്യമേ ഡ്രൈവിംഗ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ടേ ഓടിക്കത്തുള്ളൂ. ഏറ്റവും കെയർഫുള്ളായിട്ട് നമ്മൾ ഓടിക്കുന്ന സമയമായിരിക്കും ആദ്യത്തെ 1 വർഷം. വണ്ടി അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഇടും, എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടേ ഓടിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴാണോ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു ഇത് വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കെയർലെസ് ആയിട്ട് ഓടിക്കുന്നതും എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതും. അപ്പം നമ്മൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എടുക്കുക, നമ്മുടെ പേടിയൊക്കെ ഓവർകം ചെയ്ത്. ഞാനിപ്പം എനിക്ക് ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റെപ്പ് എടുക്കാൻ എനിക്കൊരു പാടും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു ഡ്രൈവിംഗ് ചെയ്യാൻ, എനിക്ക് അതിനകത്തൊന്നും പേടി ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ഭയങ്കര ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വന്ന ഈ പറഞ്ഞ ഇവിടുത്തെ ഹൈവേ കൂടെ ഓടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഭയങ്കര എൻ്റെ തലയിലുള്ള ഭയങ്കര ടെൻഷൻ. അതും ഞാൻ ഏകദേശം ഓവർകം ചെയ്തു. ഇപ്പം എനിക്ക് അത്യാവശ്യം ഹൈവേ കൂടെ പോകണം, എവിടെ പോകണം എന്ന് പറഞ്ഞാലും ഒക്കെ എനിക്ക് ഓടിക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. നിങ്ങളുടെ ലൈഫ് ഒത്തിരി ഫ്രീ ആവും, നമ്മൾ ഒത്തിരി ഇൻഡിപെൻഡൻ്റ് ആവും എന്ന് മാത്രമല്ല നമുക്കൊരു വി ആർ ലേണിങ് എ ന്യൂ സ്കിൽ, നമ്മളൊരു പുതിയൊരു സ്കില്ല് പഠിക്കുകയാണ്. അപ്പോൾ അത് പഠിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ്, അഹങ്കാരമല്ല കേട്ടോ, ഒരു കോൺഫിഡൻസ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് ഒരു അഹങ്കാരമല്ല, അത് നമ്മുടെ ഒരു ധൈര്യമാണ്. അതൊക്കെ നിങ്ങൾക്കും കിട്ടട്ടെ, എല്ലാവർക്കും ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.